ഹലോ, ഇവിടെ നമ്മൾ സംസാരിച്ചത് ആരും കേട്ടിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്താ ആ നിമിഷം തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. ഒരു യൂണിയനെ നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കില്ല. ഞങ്ങളെ വിട്ട് മാറി നിൽക്കണമെന്നല്ലേ വിചാരിച്ചേ? പക്ഷെ വീണ്ടും വീണ്ടും കൺമുൻപിൽ തന്നെ വന്ന് നിൽക്കും. വരട്ടെന്നേ ബേബി, എന്നാലല്ലേ നമ്മുടെ റേഞ്ച് എന്താ ഇവരുടെ റേഞ്ച് എന്താന്ന് ഇവർക്ക് അറിയാൻ പറ്റൂ. എന്താ അവനെ പൂട്ടിയിരിക്കാണല്ലോ? ഈ വീട് തന്നെയാണോ? ഈ വീട് തന്നെയാണ് അമ്മേ. അഭിയും വസും കുട്ടികളും ചിലപ്പോ പുറത്തെവിടെയും പോയതായിരിക്കും. അതെ, ഒന്ന് നിന്നേ. ഇങ്ങോട്ടൊന്ന് വരുവോ? പറയൂ മാഡം. ഈ വീട്ടിലുള്ളവര് എവിടെ പോയതാണെന്ന കാര്യം അറിയാമോ? ആ ചേട്ടൻ ഫാക്ടറിയിൽ ജോലി ചെയ്യാൻ പോയിരിക്കുക. അദ്ദേഹത്തിന്റെ ഭാര്യയെ ബൊട്ടീക്കിലും ജോലിക്ക് പോയിരിക്കുക. ഞങ്ങൾ ചോദിച്ചത് അടുത്തുള്ള വീട്ടിലുള്ളവരെ കുറിച്ചല്ല. ഞാൻ പറഞ്ഞത് ഈ വീട്ടിൽ താമസിക്കുന്നവരെ കുറിച്ചാ. 2-3 ദിവസം മുന്നേ ഇവിടെ താമസിക്കാൻ വന്ന് കൂടെ 3 കുട്ടികളും ഉണ്ടായിരുന്നു. കുട്ടികളുടെ അച്ഛൻ ഏത് ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നത്? JK ഫാക്ടറിയിലാണ് മാഡം. അമ്മേ, അത് അവര് വാങ്ങിച്ച ഫാക്ടറിയാ. അപ്പൊ അവരുടെ അമ്മ ഏത് ബോട്ടിക്കിലാ ജോലി ചെയ്യുന്നേ? ധ്രുവ് ബൊട്ടീക്കിലാണ്. അടുത്ത സ്ട്രീറ്റിലുള്ള സ്ഥാപനമോ? അതിരിക്കട്ടെ, നിങ്ങളാരാ? ഞങ്ങൾ അവർക്ക് വളരെ വേണ്ടപ്പെട്ടവരാ. അപ്പൊ പോയിട്ട് വൈകുന്നേരം വരൂ. ഫാക്ടറിയിൽ പോയ ചേട്ടനും കുട്ടിക്ക് പോയ ചേച്ചിയും സ്കൂളിൽ പോയ കുട്ടികളും വൈകുന്നേരം ആകുമ്പോൾ വരുമല്ലോ. ഏട്ടനും അഖിലും വാങ്ങിച്ച ഫാക്ടറിയില് അബി എന്തിനാ അമ്മ ജോലി ചെയ്യുന്നത്? അറിഞ്ഞുകൊണ്ട് അബി അവിടെ ജോലിക്ക് പോയതാണോ അതോ അറിയാതെയാണോ? പാവം വസു, ഇപ്പൊ അബോഷൻ ആയതേ ഉള്ളൂ. വീട്ടിൽ റെസ്റ്റ് എടുക്കുന്നതിന് പകരം ജോലിക്ക് പോയിരിക്കുന്നു. കാശില്ലാതെ വിഷമിക്കുകയോ മറ്റോ ആണോ എന്തോ. വരൂ അമ്മേ, നമുക്ക് വീട്ടിൽ പോവാം. ബോട്ടിക്ക് ഇവിടെ അടുത്താണെന്നല്ലേ പറഞ്ഞത്? നമുക്കൊന്ന് പോയിട്ട് വരാം. വേണ്ടമ്മേ, വസുവിനെ ആ അവസ്ഥയിൽ കണ്ടാൽ അമ്മ വിഷമിക്കും. അവരെ ഈ അവസ്ഥയിലാക്കിയത് ഞാൻ തന്നെയല്ലേ ഭാവനെ? അവരോട് ക്ഷമ ചോദിച്ചില്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം കാണില്ല. അബിയെ കാണണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ദൂരം നമുക്ക് പോകേണ്ടി വരും. അറ്റ്ലീസ്റ്റ് വസുവിനെങ്കിലും പോയി കണ്ടിട്ട് വരാം. എന്നാ ശരിയമ്മേ, നമുക്ക് പോവാം. അപ്പൊ ഈ കമ്പനി ജോലി ചെയ്യുന്നത് നമുക്ക് ലാഭമാണോ നഷ്ടമാണോ? ഉറപ്പായും നഷ്ടം തന്നെ ഏട്ടാ. അയാളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞു വിട്ടേ പറ്റൂ. അതെ അഖിൽ, അയാൾ മനഃപൂർവ്വം ഇവിടെ വന്നതുപോലെയുണ്ട്. എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാവും. പാവം, അവൻ എന്ത് പ്ലാൻ ചെയ്യാനാ ബേബി? നമ്മൾ ഈ ഫാക്ടറി വാങ്ങാൻ പോകുന്നെന്ന് ആ നിമിഷം വരെ നമുക്ക് പോലും അറിയില്ലായിരുന്നു. പിന്നെ അവൻ എങ്ങനെ അറിയാനാ? അബി നല്ല ബുദ്ധിയുള്ള ആളാണ് ആന്റി. അവൻ അത്ര ബുദ്ധിശാലിയായിരുന്നെങ്കിൽ സ്വത്ത് മുഴുവൻ നിങ്ങൾക്ക് എഴുതി തരുമായിരുന്നോ? എന്നിട്ട് അവൻ എന്തിനാ ഒരു ഫാക്ടറിയിൽ വർക്കറായിട്ട് ജോലി ചെയ്യുന്നേ? ഭാര്യയെ എന്തിനാ ബോട്ടിക്കില് ജോലിക്ക് വിടുന്നത്? എന്താ അവര് ബൊട്ടിക്കിൽ ജോലി ചെയ്യാണെന്നോ? പിന്നെ ചെലവിന് കാശ് വേണ്ടേ അഖിൽ? പേരിന് വേണ്ടി കുട്ടികളെ പഴയ സ്കൂളിൽ തന്നെയാ പഠിപ്പിക്കുന്നേ. അവിടെ നല്ല ഫീസ് കൊടുക്കണ്ടേ? ആദ്യം അബി ഇവിടുന്ന് പറഞ്ഞു വിടണം. അതുവരെ നീ ആ യൂണിയൻ ലീഡറിനോടൊന്നും വെറുതെ വഴക്കുണ്ടാക്കാൻ പോണ്ട. അവൻ ആള് കുറച്ച് പെസക. അയാളെ എന്തിനാ ഏട്ടൻ നമ്മൾ പേടിക്കുന്നേ? ഏട്ടൻ ഇങ്ങനെ പേടിത്തൊണ്ടനായാലോ? അതുകൊണ്ടാ ഇതുവരെ ജീവിതത്തിൽ ഒരു നേട്ടം ഉണ്ടാവാത്തത്. പാവം, അവസാനം നിനക്ക് ഐഡിയ തരാൻ വന്നിരിക്കുന്നു. അഖിൽ ഭാസ്കരേട്ടനെ പോലെയല്ല. അഖിലിന് നല്ല വിദ്യാഭ്യാസമുണ്ട്. ആരെ എപ്പോ എങ്ങനെ ഹാൻഡിൽ ചെയ്യണോന്ന് അഖില് നന്നായിട്ട് അറിയാം. അപ്പൊ എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലെന്നാണോ? വീട്ടിലെ ഏട്ടത്തിൽ പോലും കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ ആ വർക്കേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. വീട്ടിലും പുലിയായിരിക്കണം, പുറത്തും പുലിയായിരിക്കണം. സൂട്ടും കോട്ടിട്ട് നടന്നാ മാത്രം പോരാ, അതിന് സ്യൂട്ടാവുന്ന ജോലിയും കൂടെ ചെയ്യണം. ഏട്ടന് പഠിക്കാനായി ഇനി ഒരുപാടുണ്ട് ഭാസ്കരേട്ടാ. സംസ്കൃതി ഇവന്റ്സിൽ ചെയ്തതുപോലെയൊക്കെ ഇവിടെ ചെയ്യാൻ നിൽക്കരുത്. പിന്നെ നീ എന്താ പറഞ്ഞു വരുന്നേ?
ഏട്ടൻ നന്നായി മുന്നേറണം, ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവണം. അഖിൽ നിന്റെ കൂടെ നിന്ന് എല്ലാം മാനേജ് ചെയ്തോളും. പക്ഷേ നീയും ഡെവലപ്പ് ആവണം ഭാസ്കർ. ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും പേടിക്കാൻ പാടില്ല. യൂണിയൻകാരെ പറ്റി നിങ്ങൾ എന്തറിഞ്ഞിട്ട് സംസാരിക്കുന്നത്? അവരെ ഹാൻഡിൽ ചെയ്യാൻ വലിയ പാടാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഫാക്ടറി തന്നെ അടച്ചിടേണ്ടി വരും. അതാണ് ചേട്ടന്റെ പേടിയെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നാ മതി. ആ ഫാക്ടറി ഞങ്ങൾ നോക്കിക്കോളാം. വീട്ടില് 4-5 ജോലിക്കാരെ വെച്ചിട്ടില്ലേ? ആദ്യം നീ അവരിൽ നിന്ന് ആരംഭിക്കാൻ നോക്ക്. അവരെ കൊണ്ട് എങ്ങനെ ജോലി ചെയ്യിക്കണം അതാദ്യം നോക്ക്. അതിനുശേഷം ഈ ഫാക്ടറിയെ കുറിച്ചും വർക്കേഴ്സിനെ കുറിച്ചും യൂണിയനെ കുറിച്ചും ഒക്കെ നീ വിശദമായിട്ട് ആലോചിച്ചോ. നിങ്ങളുടെ ഭാര്യ ഒരു ബുട്ടീക്കിൽ ജോലി ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് അറിയാമോ? ഇപ്പൊ അത് അവരെ ഏറ്റെടുത്തു കരുതി ഞാൻ ജോലി ഉപേക്ഷിക്കണം? എന്തെങ്കിലും ഒരു ജോലി ചെയ്തല്ലേ മതിയാവും. ചേട്ടാ, എന്താ ചേട്ടാ ഇങ്ങനെ അങ്ങ് ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഫാക്ടറിയിൽ അല്പം അശ്രദ്ധയായിട്ടിരുന്നാൽ പോലും വലിയ വലിയ അപകടങ്ങൾ സംഭവിക്കും ചേട്ടാ. ഞാനിപ്പോ കണ്ടില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? കുറച്ചൊക്കെ ശ്രദ്ധയോടെ നടക്കിയേട്ടാ. ചേട്ടനെ വിശ്വസിച്ച് വീട്ടിൽ ഭാര്യയും മക്കളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നല്ലേ. അല്ല, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? സോറി മാഡം. ഈ സാരിയൊക്കെ എന്ത് കോസ്റ്റ്ലി ആണെന്ന് അറിയോ നിനക്ക്? ത്രെഡ്സ് വീണോണ്ട് പിന്നെയും കുഴപ്പമില്ല. കളേഴ്സ് ആണ് വീണതെങ്കിലോ സാരി മുഴുവൻ ചീത്തയാകില്ലായിരുന്നോ? പിന്നെ കസ്റ്റമറിനോട് എന്ത് മറുപടി പറയും? സോറി മാഡം, ഇനി ഇങ്ങനെ സംഭവിക്കില്ല. മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യ. ഇത് നിന്റെ വീടൊന്നുമല്ല, നിന്റെ ഇഷ്ടത്തിന് ഓരോന്നും ചെയ്യാൻ. കെയർഫുള്ളായി ജോലി ചെയ്തില്ലെങ്കിൽ നിന്നെ ജോലിയിൽ നിന്ന് ഞാൻ പുറത്താക്കും. ഇല്ല മാഡം, ഇനി ഇതുപോലെ ഉണ്ടാവില്ല മാഡം. സോറി. വേണ്ട ഭവനെ, നമുക്ക് തിരിച്ചു പോകാം. വസുവിനോട് അമ്മ സംസാരിക്കുന്നില്ലേ? ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഞാൻ എങ്ങനെ സംസാരിക്കാനാ? അവളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? എനിക്കതിന് കഴിയില്ല ഭാവനെ. നമുക്ക് പോകാം. നമുക്ക് വീട്ടിലേക്ക് പോകാം. നടക്ക്.
എന്തു പറ്റി ചേച്ചി? എന്തു പറ്റി ചേട്ടാ? ചേട്ടൻ രാവിലെ മുതൽ മറ്റേത് ലോകത്താണല്ലോ. ഇതാ വെള്ളം കുടിക്ക. ഏട്ടന്റെ ഓർമ്മ വന്നു പത്മ. ചേച്ചിയുടെ ഭർത്താവ് ഫാക്ടറിയിൽ ജോലിക്ക് പോയിരിക്കുമല്ലേ? ഉറപ്പായിട്ടും അവള് ജോലിക്ക് പോകുന്നുണ്ട് രവി. അതെനിക്ക് മനസ്സിലായ കാര്യമാണ്. പത്മ ജോലി എന്ന ബൊട്ടിക്കല ചേട്ടാ ചേച്ചി ജോലി ചെയ്യുന്നേ. ഈ ബുദ്ധിമുട്ടൊന്നും എപ്പോഴും ഉണ്ടാവില്ല. എനിക്ക് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയും ഏട്ടൻ എന്തുമാത്രം കഷ്ടപ്പെടുക. എത്രയോ പേർക്ക് ജോലി കൊടുത്ത ഏട്ടൻ ഇപ്പൊ വെറും ഒരു തൊഴിലാളിയായി മാറിയിരിക്കുന്നു. വിഷമിക്കാതിരിക്കും ചേച്ചി. കാലം എപ്പോഴും ഒരുപോലെ ഇരിക്കില്ലല്ലോ. നിങ്ങൾക്ക് നല്ലൊരു സമയം വരും. വിഷമിക്കാതിരിക്കേട്ടാ. ഇപ്പോൾ ഒരു നല്ല സമയമല്ലെന്ന് കരുതിയാൽ മതി. ഉറപ്പായും ചേട്ടൻ നല്ലൊരു സമയം ഉണ്ടാവും. അവൾക്ക് വേണ്ടിയും എന്റെ കുട്ടികൾക്ക് വേണ്ടിയും ഞാൻ എത്ര കഷ്ടപ്പെടാനും റെഡിയാണ് രവി. പക്ഷെ അവളും കഷ്ടപ്പെടുന്നു എന്ന് അറിയുമ്പോ എനിക്കത് ഒട്ടും താങ്ങാൻ കഴിയുന്നില്ല. ഞാൻ കാരണം ഏട്ടൻ ഇത്രയും കഷ്ടപ്പാട് വരുന്ന. എന്നെ ഏട്ടൻ ഒരു പക്ഷെ കല്യാണം കഴിക്കാതിരുന്നെങ്കിൽ ഏട്ടന്റെ ജീവിതം ചിലപ്പോൾ നന്നായിരുന്നേനെ. അവളെ വിവാഹം കഴിച്ച് ഞാൻ ഇപ്പോഴും ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുക. അവളുടെ ലൈഫിൽ ഞാൻ വരാതിരുന്നെങ്കിൽ ചിലപ്പോൾ അവൾക്ക് നല്ലത് വരുമായിരുന്നു. ഒരു രാജാവിനെ പോലെ ജീവിച്ച ആളാ. അധികാരത്തോടെയും അഭിമാനത്തോടെയും ജീവിച്ച ആള്. അദ്ദേഹത്തോട് എത്രയോ പേർക്ക് ബഹുമാനം ഉണ്ടായിരുന്നു. എപ്പോഴും സ്വയം ചിരിക്കുകയും നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കും. എത്ര വലിയ പ്രശ്നം വന്നാലും ശരി, അതൊക്കെ ഈസി ആയിട്ട് സോൾവ് ചെയ്യും. കുട്ടികളുടെ കൂടെ ചേരുമ്പോൾ അവളും ഒരു കുട്ടിയായിട്ട് തന്നെ മാറും. ഏട്ടനും അനിയനും വേണ്ടി ചിന്തിച്ച് ഞാൻ എന്റെ ഭാര്യയും മക്കളെയും കഷ്ടപ്പെടുത്തുകയാണ് രവി. ശരിക്കും അദ്ദേഹം രാജാവിനെ പോലെ, ഏട്ടനെ പോലെ ഇത്രയും ത്യാഗം ആരും ചെയ്യില്ല. ഇത്രയും വലിയൊരു മനുഷ്യൻ ഇപ്പൊ സാധാരണ മനുഷ്യനായി മാറിയിരിക്കുന്നു. രാജാവ് എവിടെ ഇരുന്നാലും രാജാവ് തന്നെ ചേച്ചി. വിഷമിക്കാതിരിക്കെ. എന്താ ചെയ്യുന്ന അവിടെ? വാചം അടിക്കാതിരുന്ന് ജോലി ചെയ്യാൻ നോക്ക്. ചേട്ടനും ചേച്ചിയും വീണ്ടും ഒരു നാൾ ഉറപ്പായും സന്തോഷിക്കും ചേട്ടാ. സമാധാനായിരിക്കെ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ചേട്ടാ, എനിക്കൊരു കാര്യം ചോദിക്കണമെന്നുണ്ട്. ചോദിക്ക് രവി. നമ്മുടെ പുതിയ ഓണേഴ്സും ചേട്ടനുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? നിനക്കെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? അതല്ല, ചേട്ടനെ കണ്ട ഉടനെ അവരുടെ മുഖഭാവമൊക്കെ മാറിപ്പോയി. അതൊന്നുമില്ല രവി. അവരെ കുറിച്ച് ഓർത്ത് ചേട്ടൻ ടെൻഷൻ അടിക്കണ്ട. നമ്മുടെ യൂണിയൻ നല്ല സ്ട്രോങ് ആണ്. ചേട്ടൻ കണ്ടതല്ലേ അത്? എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കും. നമ്മളെപ്പോഴും ഇങ്ങനെ ഒറ്റക്കെട്ടായി നിന്ന ഓണേഴ്സിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ യൂണിയൻ മുഴുവനും ഒരു കുടുംബം പോലെയാ. ഈ ഒത്തൊരുമയാണ് നമ്മുടെ ബലം. ഞങ്ങൾ രണ്ടുപേരും മാത്രം നിങ്ങളുടെ മക്കൾ, അല്ലാതെ ഇവനല്ല. ഇവനോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ. എന്താ ചേട്ടാ ആലോചിച്ചിരിക്കുന്നേ? ഒന്നുമില്ല രവി. ഞാനെന്തെങ്കിലും തെറ്റായി സംസാരിച്ചോ? എല്ലാം സത്യമാണ് രവി. ഏത് ഫാമിലി ആണെങ്കിലും അവരുടെ യൂണിറ്റിയാണ് സ്ട്രെങ്ത്. എപ്പോ അതിലുള്ളവരാരെങ്കിലും സെൽഫിഷ് ആവുന്നോ അപ്പോൾ തന്നെ ആ ഫാമിലി ചിഹ്ന ഭിന്നമായി പോവും. ഈ സത്യം കാട്ടിലുള്ള മൃഗങ്ങൾക്ക്, ആകാശത്ത് പറക്കുന്ന പക്ഷികൾക്ക്, എന്തിന് വെള്ളത്തിൽ ജീവിക്കുന്ന മത്സ്യങ്ങൾക്ക് പോലും അറിയാം. അതുകൊണ്ടാ അവരൊക്കെ ഒരുമിച്ച് നിൽക്കുന്നത്. പക്ഷേ മനുഷ്യർക്കത് ഇനിയും മനസ്സിലായിട്ടില്ല. കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞു പോയാൽ നശിച്ചു പോകുമെന്ന്. എന്താണ് എന്തോ ചില സമയത്ത് ചേട്ടൻ പറയുന്നത് മനസ്സിലാകും, പക്ഷെ ചില സമയത്ത് ഒന്നും പിടികിട്ടില്ല. വാ, പോയേക്കാം. ചേട്ടാ, ഒരു മിനിറ്റ്. പൂ വാങ്ങിട്ട് വരാം. പൂവോ?
ആ മുല്ലപ്പൂ ഇതെല്ലാ ദിവസവും വീട്ടിലേക്ക് വാങ്ങിച്ചുകൊണ്ട് പോയാൽ വളരെ നന്നായിരിക്കും. രാവിലെ ജോലിക്ക് പോകുന്ന ഭർത്താവ് ജോലിയും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇഷ്ടമുള്ള എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ച് എല്ലാ ഭാര്യമാരും വീട്ടിൽ കാത്തിരിക്കും. നമ്മൾ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് കൊടുത്താൽ അവർക്കത് ഒരുപാട് സന്തോഷമായിരിക്കും ചേട്ടാ. എന്നെപ്പോലൊരു സാധാ കുടുംബത്തിലെ ഭർത്താക്കന്മാർക്ക് എപ്പോഴും സാരിയും സ്വർണവും ഒക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ പൂ വാങ്ങിക്കൊണ്ട് പോകുന്നേ. ചേട്ടൻ വാങ്ങിക്കൊണ്ട്. ചേച്ചി 2 മുഴം മുല്ലപ്പൂ വേണമായിരുന്നു. ശരി സാറേ. ചേട്ടൻ വാങ്ങിക്കേട്ടാ. എനിക്കോ? ചേട്ടൻ വാങ്ങിക്കേട്ടാ, ചേച്ചിക്ക് ഒരുപാട് സന്തോഷമാവും. ചേച്ചി ഒരു 2 മുഴം കൊടുത്തോ. ഇപ്പൊ എടുത്തുതരാം. അയ്യോ രവി, നിങ്ങളുടെ കല്യാണം ഇപ്പോൾ കഴിഞ്ഞതല്ലേ ഉള്ളൂ. ദിവസവും പൂ വാങ്ങിക്കൊണ്ട് കൊടുക്കാം. എനിക്കാണെങ്കിൽ അത് ഇവിടെ പുതിയൊന്നും പഴയൊന്നും ഇല്ല ചേട്ടാ. മരിക്കുന്ന സമയം വരെ ഭാര്യയും ഭർത്താവും ഹാപ്പി ആയിരിക്കണം. അതാ എന്റെ പോളിസി. ആ, പൂവിന്റെ കൂടെ സ്വീറ്റ്സ് കൂടെ വാങ്ങിക്കൊണ്ട് പോയാലോ? ചേട്ടാ. അയ്യോ, ഞങ്ങൾക്കല്ല, കുട്ടികൾക്കാ. അതെനിക്ക് നന്നായി മനസ്സിലായി. 100 രൂപയായി. ആ തന്നോളൂ. ചേട്ടാ, ചേട്ടൻ കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാം. ദയച്ചി 100 രൂപ. വേട്ടാ പോ. താങ്ക്സ്. എന്തിനാ സ്യൂട്ട് വലിച്ചെറിഞ്ഞത്? സ്യൂട്ടിനകത്ത് തേള് വല്ലതും ഇരിപ്പുണ്ടോ? ഈ നാശം എടുത്ത് ഇടുമ്പോ തന്നെ വല്ലാത്ത ഇറിറ്റേഷൻ തോന്നുക. സ്യൂട്ടാകാത്ത കാര്യങ്ങളൊക്കെ ചെയ്താൽ അങ്ങനെ തന്നെ ഇരിക്കും. എന്താടി ഓവറായിട്ട് സംസാരിക്കുന്നേ? ഞാൻ സംസാരിക്കുന്നത് ഓവറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോ നിന്റെ വാക്കിനെ ഞാൻ വേദവാക്യോട്ട് എടുക്കണമായിരിക്കും അല്ലേ? അതിന്റെ ആവശ്യമില്ല. അതുപോട്ടെ, നിങ്ങളുടെ ഇറിറ്റേഷൻ എന്താ കാരണം? അവൻ തന്നെ, ആ അഖില്. അവൻ എന്ത് ചെയ്തു? എന്ത് ചെയ്തെന്നോ? സ്വത്ത് നമ്മുടെ കൈ കിട്ടിയതിനു ശേഷം അവൻ ആളാകെ മാറിപ്പോയി. കാർത്തികയുടെ അമ്മ എന്നെ നോക്കി പരിഹസിക്കുമ്പോഴെല്ലാം അവൻ ചിരിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്നെക്കാൾ അവനിപ്പോ വലുത് അവരൊക്കെയാണ്. നീ എന്തിനാടി ചിരിക്കുന്നേ? എന്നെ കാണുമ്പോ നിനക്കും ഇപ്പൊ പരിഹാസമല്ലേ? ചിരിക്കുന്നത് ഞാനോ അവരോ ഒന്നുമല്ല, പണമാണ്. നിനക്കെന്താ തലയ്ക്ക് ഭ്രാന്തുണ്ടോ? പണം ചിരിക്കുന്നതൊക്കെ പറയുന്നു. നിങ്ങൾക്കതറിയില്ലേ? പണം നന്നായിട്ട് ചിരിക്കും, ആഹ്ലാദിപ്പിക്കും, കരയിപ്പിക്കുകയും ചെയ്യും. എന്ത് വേണമെങ്കിലും ചെയ്യും. പണം ചിലപ്പോഴൊക്കെ ബന്ധങ്ങൾ പോലും തകർക്കും. പണം മോശമാണെങ്കിലേ അതില്ലാതെ ആർക്കും ജീവിക്കാൻ കഴിയില്ല, അറിയോ നിനക്ക്? അങ്ങനെ വിചാരിക്കുന്ന നിങ്ങളെപ്പോലെയുള്ളവരെയാണ് പണം അടിമയാക്കുന്നത്. മനുഷ്യരെ ചുറ്റിയാണ് പണം ഉണ്ടാവേണ്ടത്. മനുഷ്യൻ പണത്തെ ചുറ്റിയാൽ കണ്ടോ, നിങ്ങളെപ്പോലെ ഇരുന്ന് വിഷമിക്കേണ്ടി വരും. അപ്പൊ കയ്യിൽ കാശില്ലെങ്കിൽ മനുഷ്യൻ എത്രത്തോളം വിഷമിക്കുമെന്ന് അറിയോ നിനക്ക്? അറിയാം. ഒരു ഘട്ടം വരെ മാത്രമേ നമുക്ക് പണത്തിന് ആവശ്യം വരുള്ളൂ. ആവശ്യത്തിൽ കൂടുതലുള്ള പണം എപ്പോഴും ആപത്തുണ്ടാക്കും. സ്വത്ത് കിട്ടിയല്ലോ എന്നോർത്ത് നിങ്ങൾ നന്നായി അഹങ്കരിച്ചു. ഇപ്പൊ വെറുപ്പ് തോന്നുന്നല്ലേ? മനസ്സമാധാനം ഇല്ലാതെ അലയുന്നു. ഈ സ്വത്തുക്കളും വീടും എല്ലാം ഉപേക്ഷിച്ച് ചെറിയ വീട്ടിൽ കഴിയുന്ന അഭിയും വസുവും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഇപ്പൊ പറയേ, പണം ഉള്ളതാണോ നല്ലത് അതോ ഇല്ലാത്തതാണോ? കേട്ടോണ്ട് നിൽക്കാന്ന് കരുതി പ്രസംഗിക്കല്ലേ. അഖിലിനെ എങ്ങനെ എന്റെ വഴി കൊണ്ടുപോകണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ തന്നെ അവനും അവന്റെ കുടുംബവും നിങ്ങളെ വല്ലാതെ ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ അവന്റെ ചേട്ടനാണ്. അബിയെ പറ്റിച്ചവനാണ് അവൻ. നിങ്ങളെ വഞ്ചിക്കില്ല എന്ന് എന്താണ് ഉറപ്പ്? അങ്ങനെ ഒന്നും നടക്കില്ല. ആവശ്യമില്ലാതെ നീ ഞങ്ങളെ തെറ്റിക്കാൻ നോക്കണ്ട. ഞാനാരെയും വഴക്കടുപ്പിച്ചതൊന്നുമല്ല. നിങ്ങളാണ് ആവശ്യമില്ലാതെ വഴക്കൂടി നശിക്കുന്നത്. മെനങ്ങാന്നത്തതുപോലെ ജ്യേഷ്ഠാനുജന്മാരെ പിരിച്ച് തമ്മിലടുപ്പിച്ച് അവരെ കൊല്ലുന്നതാണ് പണം ചെയ്യുന്ന ജോലി. കുറേശ്ശെ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും. മുൻപോട്ട് പോകും തോറും നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ഉണ്ടാവും. മനുഷ്യനെ വെച്ച് പണം ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് കാത്തിരുന്ന് കാണാം. നമുക്ക് വേണ്ടി എന്താ വാങ്ങിയത് അച്ഛാ? സ്വീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാ താ അച്ഛാ. അല്ലെങ്കി ഇപ്പൊ വേണ്ട അച്ഛാ. കീർത്തി, നമുക്ക് ഡിന്നർ കഴിച്ചിട്ട് ഇത് കഴിക്കാം. ശരി ചേട്ടാ.
പിടിക്കോ സുന്ദര. ഒരു മിനിറ്റ് നിക്കച്ചാ. എന്താ അച്ഛാ കൈ പുറകെ വെച്ചിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. ആ കയ്യിൽ എന്താ ഉള്ളത് അച്ഛാ?